use this opportunity to tell you all, or rather to tell my children, please can you watch just one film of mine. அவங்க இது வரைக்கும் எந்த படமும் பார்த்ததில்ல. They've never seen any of my movies. அது என்னன்னு தெரியல, every time we plan something they'll be like, okay ma, we'll see later. அப்படியே போயிடுச்சு. You know, recently my daughter, she came up to me and she said, Amma, my friend was talking to me about this amazing film of yours. I heard the story and it's amazing and I want to watch with you. Alai paide amma, we'll watch together. அப்படின்னு சொன்னாங்க. I said yeah sure, she's excited, but that also just didn't happen. They'll just see the songs and എന്തായാലും ശാലിനിയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോ മലയാളിയുടെ നെഞ്ചിനകത്തും ബേബി ശാലിനി എന്ന നടി കുടിയേറി പാർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 80s 90s ഒക്കെ ഉള്ള സമയത്ത് ബേബി ശാലിനി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ക്രേസ് ആയിരുന്നു. ശാലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം പറയാതെ പറ്റില്ല. നിറത്തിന്റെ ഷൂട്ടിംഗ് ക്രൈസ്റ്റ് കോളേജിൽ നടക്കുന്ന സമയം ഇരിഞ്ഞാലക്കുട, അതിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു. ശാലിനി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കര എക്സ്പെക്ടേഷനിലോടുകൂടി കണ്ടുവരുന്ന സമയമാണത്. കാരണം എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ശാലിനെ. പക്ഷെ അവിടെ വന്ന് കണ്ട പല വീട്ടമ്മമാരെയും പല ആൾക്കാരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ശാലിനിയുടെ പെരുമാറ്റങ്ങളും പ്രകടനങ്ങളും. അതായത് ഇതൊരു കുറ്റമായിട്ടൊന്നും കണക്കൂട്ടണ്ട, ഹെഡ് വെയിറ്റിൽ ഇത്തിരി മുൻപന്തിയിൽ തന്നെയായിരുന്നു ശാലിനി. കാരണം അന്ന് കുഞ്ചാക്കോ ബോബനും ജോമോളൊക്കെ എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന സമയത്ത് ശാലിനി തലക്കനം കാണിച്ചപ്പോ എനിക്കൊന്നും ഓർമ്മയുണ്ട്, കാണാൻ വന്ന ചില ചേച്ചിമാരൊക്കെ പറഞ്ഞു അയ്യോ എന്തൊരു പൗറാലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്റെ ചെവിട്ടിൽ ഇന്നും അത് കേൾക്കുന്നുണ്ട്. ശാലിനിയുടെ ഫസ്റ്റ് സീൻ ഞാൻ പറയാം. ശാലിനി ഉച്ചയ്ക്ക് വന്നിട്ട് ആർക്കും പിടികൊടുത്തില്ല. ശാലിനി വന്നിട്ടുണ്ട് ഈ പറഞ്ഞ ഞങ്ങളൊക്കെ അറിഞ്ഞത് തന്നെ കുറെ വൈകിട്ടാണ്. കാരണം 11:30-12 മണിക്കൊന്നും ശാലിനി അവിടെ എത്തിയത്. പക്ഷെ ശാലിനിയുടെ ഷോട്ട് ഫസ്റ്റ് എടുക്കുന്നത് ക്ലാസ് റൂമിൽ ജോമോളുടെ പേന ഇങ്ങനെ ആ ഒരു കോസ്റ്റ്യൂം ആയതിനാണ് ശാലിനി ആദ്യം അഭിനയിക്കാൻ വന്നത്. അപ്പൊ അന്ന് കോളേജിന്റെ ഏറ്റവും മുകളിൽ ശാലിനിക്ക് റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശാലിനി ഒറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ, പോലീസുകാർ അന്നാണ് ആ ഷൂട്ടിംഗ് ഡേയിൽ അവിടെ വരുന്നത്, പോലീസ്. അപ്പൊ കോളേജിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ അവിടെ ഇങ്ങനെ ഒരു ബാരിയർ കിട്ടിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ തള്ളുകയാണ് ശാലിനി. പിന്നെ ശാലിനി ഇങ്ങനെ ആ സ്റ്റെയർ കേസ് മുതൽ ഇറങ്ങി ഇങ്ങനെ വരുന്ന സീനായിട്ട് അതില് ആരോ ഫ്ലാഷ് അടിച്ചു. അന്ന് ക്യാമറയിൽ ആരോ ഫ്ലാഷ് അടിച്ചു എന്തോ ചെയ്തു. അപ്പൊ ശാലിനി ആൾക്കാർ ഇങ്ങനെ വിളിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ചെവി ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറിപ്പോയി. പക്ഷെ ആ ക്ലാസ് റൂമിൽ ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് പല സീൻസ് ഉണ്ട്, എനിക്കറിയില്ല അതിൽ ആക്ച്വലി ഏത് സീനാണ് ആദ്യം എടുത്തതെന്നുള്ള കാര്യം. ആ ബ്ലാക്ക് ഡ്രസ്സിലായിരുന്നു ശാലിനിയുടെ ആദ്യത്തെ സീൻ. ഈ ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് ശാലിനി ഇങ്ങനെ ഒരു നോട്ടം നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ക്രൗഡിന്റെ ഇടയിലോട്ട് ശാലിനി ഇങ്ങനെ ചെറുതായിട്ടൊരു കലിപ്പ് നോട്ടം നോക്കിയ ഓർമ്മ ഇന്നും ഉണ്ട് കേട്ടോ.